ഹായ് ആൾ, K2-ൻ്റെ S4 ട്രിപ്പിളിലെ EET2 നോട്ട് DC മെഷീൻസ് ആൻഡ് ട്രാൻസ്ഫോമേഴ്സിലെ 5th മൊഡ്യൂളിലെ സെക്കൻഡ് ലെക്ചർ സീരീസാണ്. അത് നമ്മൾ ഏതൊക്കെയാണ് അതിൽ ഡീൽ ചെയ്യാൻ പോകുന്നത് വെച്ചാൽ 3-phase ട്രാൻസ്ഫോമറും അതിൻ്റെ കൺസ്ട്രക്ഷൻ, അതുപോലെ പവർ ട്രാൻസ്ഫോമറും ഡിസ്ട്രിബ്യൂഷൻ ട്രാൻസ്ഫോമറും, ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇതിൽ ഡീൽ ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ എന്താണ് 3-phase ട്രാൻസ്ഫോമർ എന്നാണ്? 3-phase ട്രാൻസ്ഫോമർ എന്ന് പറഞ്ഞാൽ നമുക്കിപ്പോൾ സിംഗിൾ ഫേസ് ട്രാൻസ്ഫോമർ ഉണ്ട്, 3-phase ട്രാൻസ്ഫോമർ ഉണ്ട് അല്ലേ? അതിൽ സിംഗിൾ ഫേസ് ട്രാൻസ്ഫോമറും പഠിച്ചു, ഓട്ടോ ട്രാൻസ്ഫോമറും പഠിച്ചു അല്ലേ? ഇപ്പോൾ ഈ സിംഗിൾ ഫേസ് ട്രാൻസ്ഫോമർ എന്ന് പറഞ്ഞാൽ ഒരു ഫേസിന് അക്രോസ്, അതായത് ഒരു ഫേസും ന്യൂട്രലും മാത്രമുള്ള ഒരു ഇതിനാണ് നമ്മളൊരു സിംഗിൾ ഫേസ് ട്രാൻസ്ഫോമർ എന്ന് പറയുന്നത്. പക്ഷേ നമുക്ക് 3-phase സിസ്റ്റം ഉണ്ട്. ആ 3-phase സിസ്റ്റത്തിൽ യൂസ് ചെയ്യണമെങ്കിൽ നമ്മൾക്ക് 2 ഓപ്ഷനുണ്ട്. എന്തൊക്കെയാണ്? ഒന്ന്, 3 സിംഗിൾ ഫേസ് ട്രാൻസ്ഫോമർ അപ്രോപ്രിയേറ്റ് കണക്ഷൻസിൽ ആ 3 ഫേസിൽ നമ്മൾ കണക്ട് ചെയ്യുക വെക്കുക. അതല്ലാന്നുണ്ടെങ്കിൽ ഒരു സിംഗിൾ ട്രാൻസ്ഫോമറിനെ 3-phase ആക്കി മാറ്റുക. ഓക്കെ, 3-phase സിസ്റ്റം ഈസ് യൂസ്ഡ് ടു ജനറേറ്റ് ആൻഡ് ട്രാൻസ്മിറ്റ് ഇലക്ട്രിക് പവർ. 3-phase സിസ്റ്റം എന്തിനാണ് യൂസ് ചെയ്യുന്നത്? ഇലക്ട്രിസിറ്റി ജനറേറ്റ് ചെയ്യുന്നത് 3-phase സിസ്റ്റത്തിലാണ്, പവർ ട്രാൻസ്മിറ്റ് ചെയ്യുന്നത് ഇതിലാണ്, 3-phase സിസ്റ്റത്തിലാണ്. 3-phase വോൾട്ടേജസ് ആർ റേസ്ഡ് ഓർ ലോവേർഡ് ബൈ മീൻസ് ഓഫ് 3-phase ട്രാൻസ്ഫോമേഴ്സ്. സോ ദിസ് 3-phase വോൾട്ടേജസ് ക്യാൻ ബി റേസ്ഡ് ഓർ ലോവേർഡ്, അതായത് റേസ് ചെയ്യുക, ലോവർ ചെയ്യുക, അതായത് സ്റ്റെപ്പ് അപ്പ് ചെയ്യുക, സ്റ്റെപ്പ് ഡൗൺ ചെയ്യുക. ഏതുകൊണ്ട് മാത്രമേ പറ്റുള്ളൂ? ഇറ്റ് ക്യാൻ ബി ഓൺലി ബൈ യൂസിങ് ഓഫ് 3-phase ട്രാൻസ്ഫോമർ. എ 3-phase ട്രാൻസ്ഫോമർ ക്യാൻ ബിൽറ്റ് ഇൻ 2 ways, 2 ways. ഒന്ന്, ഞാൻ പറഞ്ഞ പോലെ ബൈ സ്യൂട്ടബിളി കണക്റ്റിംഗ് എ ബാങ്ക് ഓഫ് 3 സിംഗിൾ ഫേസ് ട്രാൻസ്ഫോമർ. 3 സിംഗിൾ ഫേസ് ട്രാൻസ്ഫോമറായിട്ട് കണക്ട് ചെയ്യുക. അപ്പോൾ 3 സിംഗിൾ ഫേസ് ട്രാൻസ്ഫോമറായിട്ട് കണക്ട് ചെയ്യുക കഴിഞ്ഞാൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിക്കേ. ഒരു ട്രാൻസ്ഫോമറിൻ്റെ 2 കണക്ഷൻ, ഫേസ് ന്യൂട്രൽ, പിന്നെ ഫേസ് ന്യൂട്രൽ, പിന്നെ ഫേസ് ന്യൂട്രൽ, അങ്ങനെ 6 കണക്ഷൻ വരും അല്ലേ? ഓർ ബൈ കൺസ്ട്രക്റ്റിംഗ് എ 3-phase ട്രാൻസ്ഫോമർ ഓൺ എ കോമൺ മാഗ്നറ്റിക് സ്ട്രക്ചർ. ഒരു കോമൺ മാഗ്നറ്റിക് സ്ട്രക്ചറിൻ്റെ മുകളിൽ 3-phase ട്രാൻസ്ഫോമർ കണക്ട് ചെയ്യുക. അപ്പോൾ ഇത് കണക്ട് ചെയ്യുമ്പോഴുള്ള പ്രശ്നം എന്താ വെച്ചാൽ എന്താണ്, 6 ലൈനിൻ്റെ ഇത് വരും. അത് നമുക്ക് നോക്കാം അതപ്പോൾ അതെങ്ങനെ വരുന്നത്, അല്ലെങ്കിൽ അതിൻ്റെ കണക്ഷൻസ് വെച്ചിട്ട്. അപ്പോൾ അത് ഒഴിവാക്കാൻ ഇൻ ഈതർ കേസ് ദ വൈൻഡിങ്സ് മേ ബി കണക്റ്റഡ്. ഏതാണ്? സ്റ്റാർ സ്റ്റാർ ഓർ ഡെൽറ്റ ഡെൽറ്റ ഓർ സ്റ്റാർ സ്റ്റാർ ഓർ ഡെൽറ്റ സ്റ്റാർ എന്നുള്ള കണക്ഷനിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? കണക്ട് ചെയ്യും. ആസ് കമ്പയർഡ് ടു എ ബാങ്ക് ഓഫ് സിംഗിൾ ഫേസ് ട്രാൻസ്ഫോമർ, ദ മെയിൻ അഡ്വാൻറ്റേജസ് ഓഫ് എ 3-phase ട്രാൻസ്ഫോമർ ആർ ദാറ്റ് ഇറ്റ് ഓക്യുപ്പൈസ് ലെസ് ഫ്ലോർ സ്പേസ് ഫോർ ഈക്വൽ റേറ്റിംഗ്, weighs less, costs about 15% less, and further that only one unit is to be handled and connected. അതായത് ഒരു സിംഗിൾ നമ്മൾ 3 സിംഗിൾ ഫേസ് ട്രാൻസ്ഫോമറാണ് വെക്കുകയെന്ന് വിചാരിക്കാം. ഒരു മെയിൻ അഡ്വാൻറ്റേജ് 3-phase ട്രാൻസ്ഫോമറിൻ്റെ എന്ന് പറഞ്ഞാൽ എന്തൊക്കെയാണെന്ന് വെച്ചാൽ ഇറ്റ് ഓക്യുപ്പൈസ് ലെസ് ഫ്ലോർ സ്പേസ് ഫോർ ഈക്വൽ റേറ്റിംഗ്. ഒരു 3 സിംഗിൾ ഫേസ് ട്രാൻസ്ഫോമർ വെക്കുന്നതിനെക്കാട്ടും ഫ്ലോർ സ്പേസ് എന്താണ്, കുറച്ച് മതി ഒരു 3-phase ട്രാൻസ്ഫോമർ ആണെങ്കിൽ. പിന്നെന്താണ്, വെയിറ്റ് കുറവായിരിക്കും, പിന്നെന്താണ്, കോസ്റ്റ് കുറവായിരിക്കും, എബൌട്ട് 15%. അതേപോലെ എന്താണ്, ഒറ്റ യൂണിറ്റ് നമുക്ക് എന്ത് ചെയ്താൽ മതി, ഹാൻഡിൽ ചെയ്താൽ മതി കണക്ട് ചെയ്യാനൊക്കെ. ബട്ട് 3-phase ട്രാൻസ്ഫോമറിൽ ചെറിയൊരു പ്രശ്നം എന്താ വെച്ചാൽ ഏതെങ്കിലും ഒരു ഫേസ് ബ്രേക്ക് ആയിക്കഴിഞ്ഞാൽ ഹോൾ ട്രാൻസ്ഫോമർ ഹാസ് ടു ബി റിമൂവ്ഡ് ഫ്രം സർവീസ്, അതായത് റിപ്പയറിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യും. അപ്പോൾ അതുകൊണ്ട് എന്താണ്, കണ്ടിന്യൂറ്റി ഓഫ് പവർ സപ്ലൈ പ്രോബ്ലം വരും. അതിന് നമ്മൾ വേറെ സൊല്യൂഷൻസ് കാണും. ഓക്കെ, അപ്പോൾ 3-phase ട്രാൻസ്ഫോമർ മാത്രമായിട്ട് നിൽക്കും. മറ്റേ 3 സിംഗിൾ ഫേസ് ട്രാൻസ്ഫോമർ ആണെങ്കിൽ ഏതെങ്കിലും ഒരു സിംഗിൾ ഫേസിൽ പ്രോബ്ലം ഉണ്ടായിക്കഴിഞ്ഞാൽ അത് മാത്രം മാറ്റിയിട്ട് ബാക്കിയുള്ള വർക്ക് ചെയ്യുക. പക്ഷേ ഇവിടെ എന്താണ്, എൻ്റെ ട്രാൻസ്ഫോമറിൽ ഇതാക്കി പോകണം. അപ്പോൾ ഇനി ഫസ്റ്റ് നമ്മൾ പറഞ്ഞ പോലെ ബാങ്ക് ഓഫ് 3 സിംഗിൾ ഫേസ് ട്രാൻസ്ഫോമർ. Bank of 3 single phase. 3 similar single phase transformer can be connected to form a 3-phase transformer. 3 similar single phase transformer എന്ത് ചെയ്യാം, 3-phase transformer ആയിട്ട് കണക്ട് ചെയ്യാം. The primary and secondary windings may be connected in star or delta arrangement. അപ്പോൾ നമുക്ക് 3 സിംഗിൾ ഫേസ് ട്രാൻസ്ഫോമർ നോക്കി നോക്കി, 1 2 3 സിംഗിൾ ഫേസ് ട്രാൻസ്ഫോമർ കണക്ട് ചെയ്തു. പ്രൈമറി ഓഫ് വൈൻഡിങ്സ് നമുക്ക് സ്റ്റാർ ആയിട്ട് വേണമെങ്കിൽ കണക്ട് ചെയ്യാം, അല്ലെങ്കിൽ ഡെൽറ്റ ആയിട്ട് കണക്ട് ചെയ്യാം. അതേപോലെ സെക്കൻഡറി അതായത് സ്റ്റാർ ആയിട്ട് കണക്ട് ചെയ്യാം, ഡെൽറ്റ ആയിട്ട് കണക്ട് ചെയ്യാം. ദിസ് ഫിഗർ ഷോസ് സ്റ്റാർ ഡെൽറ്റ കണക്ഷൻ. അതായത് പ്രൈമറിയിൽ ഇവിടെ സ്റ്റാർ കണക്ഷനാണ്. സ്റ്റാർ കണക്ഷൻ എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ്, നിങ്ങൾ കണ്ടിട്ടില്ലേ, ഇതിനിടയിൽ വൈൻഡിങ്, സ്റ്റാർ കണക്ഷൻ എങ്ങനെയാണ്, ഇതാണ് സിമ്പിളായിട്ട് കാണിച്ചു കഴിഞ്ഞാൽ ഇതിനിടയിൽ വൈൻഡിങ് ഉണ്ടാവും, ഇവിടെ ന്യൂട്രൽ പോയിൻ്റ് ഉണ്ടാവും, ഓരോ ഫേസും ഉണ്ടാവും അല്ലേ? അപ്പോൾ ഡെൽറ്റ കണക്ഷൻ ആണെങ്കിലോ, അപ്പോൾ ഇതിലൊരു കാര്യം ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ ഇതൊരു സ്റ്റാർട്ടിംഗ് പോയിൻ്റ് ആണ്, ഇതൊരു എൻഡ് പോയിൻ്റ് ആണ്.
അപ്പോൾ കോമൺ പോയിൻറ്റ്സിനെ പിടിച്ചിട്ട് കണക്ട് ചെയ്തിട്ടുണ്ടാവും. പിന്നെ ഓരോന്നും ടെർമിനൽ കൊടുത്തിട്ടുണ്ടാവും. ഇവിടെ നോക്കി നോക്കിയേ, ഈ കോമൺ പോയിൻറ്റ്സിൽ കണക്ട് ചെയ്തിട്ട് ബാക്കിയുള്ളത് എന്താണ്, സപ്ലൈയിലോട്ട് കൊടുത്തിട്ടുണ്ട്. സോ ഇറ്റ് ഈസ് എ സ്റ്റാർ കണക്റ്റഡ് സിസ്റ്റം. ഡെൽറ്റ കണക്റ്റഡ് സിസ്റ്റം എന്ന് പറഞ്ഞാൽ ഒരു വൈൻഡിങ്ങിന് സ്റ്റാർട്ടിംഗ് പോയിൻറ്റും എൻഡ് പോയിൻറ്റും നമ്മൾ പഠിച്ചിട്ടുണ്ട് ഫസ്റ്റ് ഇയർ അല്ലേ. സ്റ്റാർട്ടിംഗ് പോയിൻറ്റും എൻഡ് പോയിൻറ്റും ഉണ്ടെങ്കിൽ ഒരു വൈൻഡിങ്ങിൻ്റെ എൻഡ് പോയിൻറ്റിൽ അടുത്ത സ്റ്റാർട്ടിംഗ് പോയിൻറ്റും ആ വൈൻഡിങ്ങിൻ്റെ എൻഡ് പോയിൻറ്റിൻ്റെ അടുത്ത സ്റ്റാർട്ടിംഗ് ഇങ്ങനെയാണ് കണക്ട് ചെയ്യുക. അങ്ങനെയാണ് അത് ഡെൽറ്റ മോഡൽ വരുന്നത് അല്ലേ. അപ്പോൾ ഇത് നോക്കിയേ, ഇതിൻ്റെ ഈ വൈൻഡിങ് സ്റ്റാർട്ട് ചെയ്തു, ഈ എൻഡ് പോയിൻറ്റിൽ ഇതിൻ്റെ സ്റ്റാർട്ടിംഗ് പോയിൻ്റായിട്ട് കണക്ട് ചെയ്തു, ഈ എൻഡ് പോയിൻറ്റിൽ ഇതിൻ്റെ സ്റ്റാർട്ടിംഗ് പോയിൻ്റ്, ഇതിൻ്റെ എൻഡ് പോയിൻറ്റ് ഇതിൻ്റെ സ്റ്റാർട്ടിംഗ് പോയിൻ്റായിട്ട്. സോ ഇറ്റ് ഈസ് എ ഡെൽറ്റ കണക്റ്റഡ്. അങ്ങനെയാണ് ഇത് സ്റ്റാർ ആണോ ഡെൽറ്റ ആണോ എന്ന് നോക്കുന്നത്. ഓക്കെ, so we can say that this is a star delta transformer, star delta connection of a three-phase transformer. The primary windings are connected in star and secondary. Oh, okay. A more convenient way of showing this connection is illustrated in figure 3. The primary and secondary winding showing parallel to each other being the same single phase transformer. നമ്മൾ സെയിം സിംഗിൾ ഫേസ് ട്രാൻസ്ഫോമറിൻ്റെതാണ് നമ്മൾ ഇതാക്കിയിട്ടില്ല അല്ലേ. അപ്പോൾ അതിൻ്റെ ട്രാൻസ്ഫോർമേഷൻ റേഷ്യോ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും, സെക്കൻഡറി ഫേസ് വോൾട്ടേജ് divided by primary phase voltage, or is it equal to N2 by N1. അപ്പോൾ സെക്കൻഡറി ഫേസ് വോൾട്ടേജ് ബൈ primary phase voltage. അപ്പോൾ റെഫറിങ് ടു ഫിഗർ 3, പ്രൈമറി ലൈൻ ടു ലൈൻ വോൾട്ടേജ് ഈസ് വി. ഇവിടെ നമുക്ക് നോക്കാൻ പറ്റും, പ്രൈമറി ലൈൻ ടു ലൈൻ വോൾട്ടേജ് വി ആണെങ്കിൽ സ്റ്റാർ കണക്റ്റഡ് സിസ്റ്റത്തിൽ വി ഈസിക്കൽ ടു അല്ലെങ്കിൽ വി ലൈൻ ഈസിക്കൽ ടു √3 വി ഫേസ് ആണ് അല്ലേ. ഇനി ഒരു ഡെൽറ്റ കണക്റ്റഡ് സിസ്റ്റത്തിലാണെങ്കിൽ വി ഈസിക്കൽ ടു വി ലൈൻ ഈസിക്കൽ ടു വി ഫേസ് ആണ്. ഓക്കെ, അപ്പോൾ നമുക്ക് പറയാൻ പറ്റും, റെഫറിങ് ടു ഫിഗർ 3, ദ പ്രൈമറി ലൈൻ ടു ലൈൻ വോൾട്ടേജ് ഈസ് വി ആൻഡ് പ്രൈമറി ലൈൻ കറണ്ട് ഈസ് ഐ. ദ ഫേസ് ട്രാൻസ്ഫോർമേഷൻ റേഷ്യോ ഈസ് കെ, ദാറ്റ് ഈസ് N2 by N1. ഇവിടെ N2 ഉണ്ട്, ഇവിടെ N1 ഉണ്ട്. ദ സെക്കൻഡറി ലൈൻ വോൾട്ടേജ് ആൻഡ് ലൈൻ കറണ്ട് ആർ ഓൾസോ ഷോൺ. അപ്പോൾ സെക്കൻഡറി ലൈൻ വോൾട്ടേജും ലൈൻ കറണ്ടും വിത്ത് ട്രാൻസ്ഫോർമേഷൻ റേഷ്യോ എന്ത് ചെയ്തിട്ടുണ്ട്, കാണിച്ചിട്ടുണ്ട്. ഓക്കെ, ഇനി അടുത്തത് ത്രീ ഫേസ് ട്രാൻസ്ഫോമർ. മറ്റേത് ഒരു ബാങ്ക് ഓഫ് സിംഗിൾ ഫേസ് ട്രാൻസ്ഫോമർ വെച്ച് വെച്ചാൽ ഇവിടെ 3 phase ട്രാൻസ്ഫോമറാണ് നമ്മൾ ഡീൽ ചെയ്യാൻ പോകുന്നത്. A 3-phase transformer can be constructed by having 3 primary and 3 secondary windings on a common magnetic circuit. അപ്പോൾ എന്താണ്, 3 primary 3 secondary windings on a common magnetic circuit ആണ് വെച്ചിട്ടുള്ളത്. ഇപ്പോൾ ഇവിടെ നോക്കി നോക്കിയാൽ ഇത് നിങ്ങൾ ഈ കാണുന്നില്ലേ, ഈ കാണുന്നത് ഇതിൽ എന്താണ് പ്രൈമറി സെക്കൻഡറി ഉണ്ട്, ഇതിൽ പ്രൈമറി സെക്കൻഡറി ഉണ്ട്, ഇതിൽ പ്രൈമറി സെക്കൻഡറി. അതായത് ട്രാൻസ്ഫോമറിൻ്റെ കൺസ്ട്രക്ഷൻ നമ്മൾ പ്ലാൻ വൈസ് നോക്കി കഴിഞ്ഞാൽ ഇതിപ്പോൾ ഒരു കോറ്, ഈ ഒരു സെക്ഷൻ ഞാൻ വരച്ചു, കോറാണെന്നുണ്ടെങ്കിൽ ആദ്യം എന്ത് ചെയ്തിട്ടുണ്ടാവും, ലോ വോൾട്ടേജ് വൈൻഡ് ചെയ്തിട്ടുണ്ടാവും. പിന്നെ എന്തുണ്ടാവും, ഒരു ഇൻസുലേഷൻ കൊടുത്തിട്ട് സെക്കൻഡറി ഹൈ വോൾട്ടേജ് വൈൻഡ് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ നമ്മളിത് ഇത് പ്ലാനായിട്ടാണ് നമ്മൾ നോക്കുന്നത് കേട്ടോ. അതിൻ്റെ എലിവേഷൻ എന്ന് പറഞ്ഞാൽ കാണുമ്പോൾ എങ്ങനെയായിരിക്കും, ഇങ്ങനെ ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഇനി ഇതിൻ്റെ എലിവേഷൻ ഇങ്ങനെ എടുക്കുകയാണെങ്കിൽ അതെങ്ങനെയായിരിക്കും, ഒരു ട്രാൻസ്ഫോമറിൻ്റെ കോറ് ഇങ്ങനെ പോകുന്നു. അപ്പോൾ എന്താണ്, ഫസ്റ്റ് നമ്മൾ കണക്ട് ചെയ്തിട്ടുണ്ടാവുക എന്താണ്, ലോ വോൾട്ടേജ് വൈൻഡിങ്, പിന്നെ എന്താ ഉണ്ടാവുക, ഹൈ വോൾട്ടേജ് വൈൻഡിങ്. ഓക്കെ, അപ്പോൾ ഇതിനെ സിംഗിളായിട്ട് ജസ്റ്റ് ഇവർ എന്ത് ചെയ്തിരിക്കുകയാണ്, ഈ കാണിച്ചിരിക്കുകയാണ് ഇതിൽ കേട്ടോ. അപ്പോൾ ബാക്കി ഞാൻ പറഞ്ഞുതരാം. 3-phase transformer can be constructed by having 3 primary and secondary coils connected on a common magnetic circuit. The basic principle of a 3-phase transformer is illustrated in figure 1. 3 single-phase core type transformer. ഇവിടെ core type ആണ്, core type ഉണ്ട്, shell type. ഓക്കെ, core type എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ഈ വൈൻഡിങ്സ് പുറത്തേക്ക് കാണുന്ന രീതിയിലായിരിക്കും, കോറിൻ്റെ മുകളിലാണ് വൈൻഡ് ചെയ്തിട്ടുണ്ടാവുക. ഷെൽ ടൈപ്പ് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയായിരിക്കും വെച്ചാൽ, പിന്നെ ഈ കാണുന്ന വൈൻഡിങ്സിന് പകരം കോറായിരിക്കും പുറത്ത് കാണുക. അതാണ് അത് ഷെൽ ടൈപ്പ് പറഞ്ഞിട്ട്. അത് നമ്മൾ ഫസ്റ്റ് സിംഗിൾ ഫേസ്, അത് ഞാൻ നിങ്ങൾക്ക് ഇത്തരം വിട്ടുപോയി, അത് നിങ്ങൾ ഒറ്റയ്ക്ക് പഠിക്കാൻ വേണ്ടി വെച്ചാണ്, അത് നമുക്ക് നോക്കാം. ഓക്കെ, 3 single phase core type transformer, each winding only one, അതായത് പ്രൈമറി ആൻഡ് സെക്കൻഡറി ഓൺ ഓൺലി 1 leg, അതാണ് ഈ കാണിച്ചിരിക്കുന്നത്. ഹാവ് ദെയർ അൺവൗണ്ട് ലെഗ്സ് കമ്പൈൻഡ് ടു പ്രൊവൈഡ്. അപ്പോൾ നമ്മളിപ്പോൾ ഈ വൈൻഡിങ്ങിൻ്റെ ഇതിൻ്റെ മുകളിൽ വൗണ്ട് ചെയ്തിട്ടുണ്ട്, ഇവിടെ വൗണ്ട് ചെയ്തിട്ടില്ല, ഇതിൽ വൗണ്ട് ചെയ്തിട്ടുണ്ട്, ഇവിടെ വെച്ചിട്ടില്ല, ഇതിൽ വൗണ്ട് ചെയ്തിട്ടില്ല, ഇവിടെ വൗണ്ട് ചെയ്തിട്ടുണ്ട്, ഇതിൽ വെച്ചിട്ട് ഇത് വൗണ്ട് ചെയ്തിട്ടില്ല. അതാണ് പറഞ്ഞത്. ഓൺലി 1 leg have their unwound legs combined to provide a path for returning flux. അപ്പോൾ ഇതിലെന്താണ്, ഇവിടെ ഉണ്ടാവുന്ന പാത്ത്, റിട്ടേണിങ് ഫ്ലക്സ് എല്ലാറ്റിൻ്റെ എന്താണ്, ഈ അൺവൗണ്ടിൽ കൂടെയാണ് പോവുക. ഓക്കെ, ദെൻ
the primaries as well as secondaries may be connected in star delta. ഇത് സ്റ്റാറോ ഡെൽറ്റ ഏതാ വെച്ചാൽ അത് കണക്ട് ചെയ്തിട്ടുണ്ടാവും. ഇഫ് ദ പ്രൈമറി ഈസ് എനർജൈസ്ഡ് ഫ്രം എ ത്രീ ഫേസ് സപ്ലൈ, ഇനി പ്രൈമറി ത്രീ ഫേസ് സപ്ലൈ എനർജൈസ് ചെയ്താൽ ദ സെൻട്രൽ ലിംബ് that is unwound carries the fluxes produced by the three phase primary winding. അപ്പോൾ സെൻട്രൽ ലിംബിൽ കൂടെ ആയിരിക്കും എല്ലാറ്റിൻ്റെയും ഇത് പോവുക. ഓക്കെ, അപ്പോൾ സിൻസ് എ ഫേസർ സം ഓഫ് ത്രീ പ്രൈമറി കറൻറ്റ്സ് അറ്റ് എനി ഇൻസ്റ്റൻറ്റ് ഇസ് സീറോ. നമുക്കൊരു കാര്യം അറിയാം, ഫേസർ സം ഓഫ് ത്രീ പ്രൈമറി കറൻറ്റ്സ്, അതായത് ത്രീ കറൻറ്റ്സ് ഒരു സ്റ്റാർ കണക്റ്റഡ് സിസ്റ്റത്തിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട്, അല്ല പണ്ട് പറഞ്ഞിട്ടുണ്ട് എന്താണ് ഫേസർ സം എന്തായിരിക്കും, സീറോ ആണെന്ന് ഉണ്ടാവും അല്ലേ. ദ സം ഓഫ് ത്രീ ഫ്ലക്സസ് പാസിങ് ത്രൂ ദ സെൻട്രൽ ലിംബ് മസ്റ്റ് ബി സീറോ. അപ്പോൾ നമുക്ക് എന്ത് പറയാൻ പറ്റും, ഇവിടുത്തത് എന്താണ്, സീറോ ആണെന്ന് പറയാൻ പറ്റും. ഹെൻസ് നോ ഫ്ലക്സ് എക്സിസ്റ്റ് ഇൻ സെൻട്രൽ ലിംബ് ആൻഡ് ഇറ്റ് ദെർഫോർ ബി എലിമിനേറ്റഡ്. അപ്പോൾ ഇവിടെ ഫ്ലക്സ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് എന്ത് ചെയ്യാം, ഈ ഒരൊറ്റത് എന്താണ് എലിമിനേറ്റ് ചെയ്യാം. ദിസ് മോഡിഫിക്കേഷൻ ഗീവ് എ 3-leg കോർ ടൈപ്പ് ത്രീ ഫേസ് ട്രാൻസ്ഫോമർ. ഇൻ ദിസ് കേസ് എനി 2 legs വിൽ ആക്ട് എസ് എ റിട്ടേൺ പാത്ത്. അപ്പോൾ ഇവിടെ എന്താണ്, ഏതെങ്കിലും ഒരു 2 ലെഗ് റിട്ടേൺ പാത്തായിട്ട് ആക്ട് ചെയ്യും. അപ്പം ദ മോഡിഫിക്കേഷൻ ഗിവ്സ് എ 3-leg ത്രീ ഫേസ്. ഫോർ എക്സാമ്പിൾ, ഇഫ് ഫ്ലക്സ് 5 ഇൻ 1 leg അറ്റ് സം ഇൻസ്റ്റൻറ്റ്, ഇവിടുത്തെ ഒരു സം ഇൻസ്റ്റൻറ്റിന് ഇവിടെ ഫ്ലക്സ് 5 നമ്മൾ കൺസിഡർ ചെയ്യാം. ദെൻ ഫ്ലക്സ് 5/2 ഈസ് ഇൻ ദ ഓപ്പോസിറ്റ് ഡയറക്ഷൻ. ഇത് കണ്ടോ, ഇതിൽ രണ്ടിലും ഓപ്പോസിറ്റ് ഡയറക്ഷൻ അതർ ലെഗ്സ് അറ്റ് ദി സെയിം ഇൻസ്റ്റൻറ്റ് വരും. All the connections of a three-phase transformer are made inside the case. All the connections എന്താണ് ഈ കേസിൻ്റെ ഉള്ളിലായിരിക്കും. ആൻഡ് ഫോർ ഡെൽറ്റ കണക്റ്റഡ് വൈൻഡിങ് 3 leads are brought out, while for സ്റ്റാർ കണക്റ്റഡ് വൈൻഡിങ് 4 leads are brought out. അപ്പോൾ ഇതിൻ്റെ എല്ലാ കണക്ഷൻസും ഇൻറ്റേർണലി കണക്ട് ചെയ്തിട്ട് ഇതിൻ്റെ ടെർമിനൽസ് ഒരു ഡെൽറ്റ കണക്റ്റഡ് ആണെങ്കിൽ നമുക്ക് എന്ത് മതി, 3 leads പുറത്തേക്ക് വരും. സ്റ്റാർ കണക്റ്റഡ് സിസ്റ്റം ആണെങ്കിലോ 4 leads എന്ത് ചെയ്യും, പുറത്തേക്ക് വരും. ഇങ്ങനെയാണ് ഒരു 3-phase ട്രാൻസ്ഫോമറിൻ്റെ കൺസ്ട്രക്ഷൻ എന്ന് പറഞ്ഞിട്ട് വരുന്നത്. ഓക്കെ, ദെൻ ഇനി 3-phase ട്രാൻസ്ഫോമറിൻ്റെ കൺസ്ട്രക്ഷൻ. 3-phase ട്രാൻസ്ഫോമറാണ് നമ്മൾ പറയുന്നത്. അത് 2 ടൈപ്പ് ഉണ്ട് പറഞ്ഞു, കോർ ടൈപ്പ് ഉണ്ട്, ഷെൽ ടൈപ്പ് ഉണ്ട് പറഞ്ഞു. ദിസ് ഈസ് ലുക്കിംഗ് ആസ് കോർ ടൈപ്പ് ആൻഡ് ദിസ് ഈസ് എ ഷെൽ ടൈപ്പ്. അപ്പോൾ ഇവിടെ നോക്കി നോക്കിയാൽ ഇവിടെ ഈ വൈൻഡിങ്സ് ഉണ്ടല്ലോ, ഈ വൈൻഡിങ്സ് നോക്കി നോക്കിയാൽ ഈ വൈൻഡിങ്സ് പുറത്തേക്കാണ് നിൽക്കുന്നത്, അതിൻ്റെ ഉള്ളിലാണ് കോർ വരുന്നത് അല്ലേ. ഇവിടെ നോക്കി നോക്കിയാൽ വൈൻഡിങ്സ് ഉള്ളിൽ നിൽക്കണ പോലെ, അതായത് ഈ കോർ പുറത്ത്, അതായത് അതുകൊണ്ടാണ് ഇതിനെ ഷെൽ ടൈപ്പ് പറയുന്നത്, ഇതിനെ കോർ ടൈപ്പ് പറയുന്നത്. Okay, in a core type transformer, the windings are evenly split and wound on the limbs of the core. Limbs of the core എന്ത് ചെയ്തിട്ടുണ്ട്, ഇതിങ്ങനെ വൈൻഡ് ചെയ്തിട്ടുണ്ട്, അതാണ് ഈ കാണുന്നത്. അപ്പോൾ ഈ കോയിൽ എ കോയിൽ ബി എന്ന് പറഞ്ഞാൽ പകുതി എന്താണ്, അത് ഞാൻ പറയാം. The core consists of 3 limbs on the same plate. Each of these limbs contain both the primary and secondary winding. രണ്ടിലും എന്താണ് പ്രൈമറി സെക്കൻഡറി വൈൻഡിങ് ഉണ്ട്. ഇതിൽ പ്രൈമറി ഉണ്ടാവും, സെക്കൻഡറി, ഈ ഓരോ ലിംബിലും എന്തുണ്ട്, പ്രൈമറി ഉണ്ട്, സെക്കൻഡറി വൈൻഡിങ് ഉണ്ട്. ദീസ് വൈൻഡിങ്സ് മേ ബി ബെറ്റർ റെഫർ ടു എസ് ഹൈ വോൾട്ടേജ് ആൻഡ് ലോ വോൾട്ടേജ് വൈൻഡിങ്. നമ്മൾ പ്രൈമറി ആൻഡ് സെക്കൻഡറി പറയുന്നതിന് പകരം ഹൈ വോൾട്ടേജ് ലോ വോൾട്ടേജ് വൈൻഡിങ് എന്ന് പറയുകയാണെങ്കിൽ ദ ലോ വോൾട്ടേജ് വൈൻഡിങ്സ് ആർ wound close to the core since it is easier to insulate. ലോ വോൾട്ടേജ് വൈൻഡിങ് എന്തായിരിക്കും, കോറിന് അടുത്തായിട്ട് വൈൻഡ് ചെയ്തിട്ടുണ്ടാവും, എന്നിട്ട് ഒരു ഇൻസുലേഷൻ കൊടുത്തിട്ട് എന്തുണ്ടായിട്ടുണ്ടാവും, ഹൈ വോൾട്ടേജ് വൈൻഡിങ് കൊടുത്തിട്ടുണ്ടാവും. ദ ഹൈ വോൾട്ടേജ് കോയിൽ ഇസ് ദെൻ റാപ്ഡ് അറൗണ്ട് ദ ലോ വോൾട്ടേജ് വൈൻഡിങ് വിത്ത് ഇൻസുലേഷൻ ബിറ്റ്വീൻ ദം. ഇനി ഷെൽ ടൈപ്പ് ട്രാൻസ്ഫോമർ എടുക്കുക. ഷെൽ ടൈപ്പ് ട്രാൻസ്ഫോമർ ക്യാൻ ബി വ്യൂഡ് ആസ് 3 സെപ്പറേറ്റ് സിംഗിൾ ഫേസ് ട്രാൻസ്ഫോമർ. ഇത് നോക്കി നോക്കിയേ, ഇത് നോക്കുമ്പോൾ 3 സെപ്പറേറ്റ് സിംഗിൾ ഫേസ് ട്രാൻസ്ഫോമറിൻ്റെ പോലെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, വ്യൂ ചെയ്യാൻ പറ്റും. സിൻസ് മാഗ്നറ്റിക് ഫീൽഡ് ഓഫ് 3 ഫേസസ് ആർ ആൾമോസ്റ്റ് ഇൻഡിപെൻഡൻറ്റ് ഓഫ് ഈച്ച് അതർ. അപ്പോൾ ഇവിടുത്തെ മാഗ്നറ്റിക് ഫീൽഡ് ഇൻഡിപെൻഡൻ്റ് ആണ്. ഓക്കെ, ദിസ് ടൈപ്പ് ഓഫ് ട്രാൻസ്ഫോമർ ഹാസ് എ കോർ വിത്ത് 5 limbs. നമുക്ക് കോർ വിത്ത് 5 limbs ആയിട്ട് നമുക്ക് ആക്ട് ചെയ്യാൻ തോന്നും. 1 2 3 4 5. ഓക്കെ, ദ ഹൈ വോൾട്ടേജ് ആൻഡ് ലോ വോൾട്ടേജ് വൈൻഡിങ്സ് ആർ റാപ്ഡ് അറൗണ്ട് ദ 3 മെയിൻ ലിംബ്സ്. സിമിലർ ടു കോർ ടൈപ്പ് പോലെ തന്നെ നമ്മളുടെ ലിംബിന് അടുത്ത് നിൽക്കുന്നത് ലോ വോൾട്ടേജ് വൈൻഡിങ്, എന്നിട്ട് അതിന് ഇൻസുലേഷൻ കൊണ്ട് റാപ്പ് ചെയ്തിട്ട് ഹൈ വോൾട്ടേജ് വൈൻഡിങ് കൊടുത്തിട്ടുണ്ടാവും. ഓക്കെ, by having the 2 outer limbs, the magnetic flux has additional return path. അപ്പോൾ നമുക്ക് പുറത്ത് 2 outer limb ഉള്ളതുകൊണ്ട് നമുക്ക് പറയാൻ പറ്റുന്നത് മാഗ്നറ്റിക് ഫ്ലക്സിന് എന്താണ്, അഡീഷണൽ റിട്ടേൺ പാത്ത് ഉണ്ടെന്ന് നമുക്ക് പറയാൻ പറ്റും. ഓക്കെ, ഇനി പവർ ട്രാൻസ്ഫോമറും ഡിസ്ട്രിബ്യൂഷൻ ട്രാൻസ്ഫോമറും തമ്മിലുള്ള കാര്യങ്ങളാണ്. അതൊരു ക്ലാസിഫിക്കേഷൻ പോലെയാണ് ഇതാക്കിയത്. പലയിടത്തും നമ്മൾ ചെക്ക് ചെയ്താണ്, എന്നിട്ട് നമ്മളൊരു സാറിനായിട്ട് കോൺടാക്ട് ചെയ്തപ്പോഴാണ് ഇങ്ങനൊരു ഡീറ്റെയിൽസ് കിട്ടിയത്. കാരണം നമുക്ക് ടെക്സ്റ്റ് ബുക്കിൽ ഇതിൽ റെഡിലി അവൈലബിൾ അല്ല. ഓക്കെ, അപ്പോൾ അതെന്തൊക്കെയാണെന്ന് നോക്കാം.
The main function is to transmit electrical power to high voltage. Power transformer എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇലക്ട്രിക്കൽ പവർ ട്രാൻസ്മിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്, ഹൈ വോൾട്ടേജിൽ ട്രാൻസ്മിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഉപയോഗിക്കുക. ഡിസ്ട്രിബ്യൂഷൻ ട്രാൻസ്ഫോമറിലാണെങ്കിൽ എന്താണ്, നമുക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാം, പവർ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാം. അപ്പോൾ അതായത് ലോ വോൾട്ടേജ് ലെവലുണ്ടായിരിക്കും. ഇത് സ്റ്റെപ്പ് അപ്പ് ആവാം, സ്റ്റെപ്പ് ഡൗൺ ആവാം. പക്ഷേ ഇതെന്താണ്, സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമർ മാത്രമേ ഏതിലുണ്ടാവുള്ളൂ, ഡിസ്ട്രിബ്യൂഷനിൽ. പവറിൽ പക്ഷേ സ്റ്റെപ്പ് അപ്പും സ്റ്റെപ്പ് ഡൗൺ ഉണ്ടാവും. ഇത് നിങ്ങളിങ്ങനെ കമ്പയർ ചെയ്ത് വെച്ചിട്ട് പവർ ട്രാൻസ്ഫോമറിനെ കുറിച്ച് വെച്ചാൽ ഈ ഒരു കാര്യങ്ങൾ എഴുതി വെക്കുക, ഡിസ്ട്രിബ്യൂഷനെ കുറിച്ച് കഴിഞ്ഞാൽ ഇത് എഴുതി വെക്കുക. ഓക്കെ, പിന്നെന്താണ് വോൾട്ടേജ് റേറ്റിംഗ് 400 kV, 200 kV, 110 kV, 60 ഇത്രയും വരെ ഉണ്ടാവുക. വോൾട്ടേജ് റേറ്റിംഗ് ഇത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 11 kV തൊട്ടിട്ട് 6.6, 3.3, 440, 230 അങ്ങനെ വരെ വരാം. ഓക്കെ, പവർ റേറ്റിംഗ് എന്ന് പറഞ്ഞാൽ മോർ ദാൻ 200 MV ആണെങ്കിൽ ഇവിടെ ലെസ് ദാൻ 200 MV ആണ് വരിക. ഡിസൈൻഡ് ഫോർ മാക്സിമം എഫിഷ്യൻസി ആയിട്ട് 100% ലോഡിലും മാക്സിമം എഫിഷ്യൻസി കിട്ടാനുള്ളതാണ് ഡിസൈൻ ചെയ്തതെന്ന് വെച്ചാൽ ഇവിടെ 75% വരെ മാക്സിമം എഫിഷ്യൻസി കിട്ടാവുന്ന രീതിയിലാണ് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. ഇറ്റ് ഈസ് ഡിസൈൻഡ് ടു വിത്ത്സ്റ്റാൻഡ് ലോഡ് ഫ്ലക്ച്വേഷൻസ് മാത്രമേ ഇതിൽ വിത്ത്സ്റ്റാൻഡ് ചെയ്യാൻ പറ്റുള്ളൂ. ഇവിടെ എന്താണ്, ഹൈ ലോഡ് ഫ്ലക്ച്വേഷൻ, വെരി ഹൈ ലോഡ് ഫ്ലക്ച്വേഷൻ വരെ വിത്ത്സ്റ്റാൻഡ് ചെയ്യാൻ പറ്റും. ഇനി പവർ ജനറേഷൻ പ്ലാന്റ്, റിസീവിങ് ആൻഡ് സബ്സ്റ്റേഷൻ, അതിലൊക്കെ എനർജി യൂസ് ചെയ്യാം, പവർ ട്രാൻസ്ഫോമർ യൂസ് ചെയ്യാം. ഇത് പറഞ്ഞാൽ പവർ ഡിസ്ട്രിബ്യൂഷന് വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. അതെവിടെയാണ്, നമ്മൾ കൺസ്യൂമറിൻ്റെ അടുത്ത് നമ്മൾ കണ്ടിട്ടില്ല, അങ്ങനത്തെ ഇതാണ് യൂസ് ചെയ്യുക. ഇറ്റ് മേ ബി സ്റ്റാർ ഡെൽറ്റ കണക്റ്റഡ്, ഇറ്റ് മേ ബി ഡെൽറ്റ സ്റ്റാർ കണക്റ്റഡ്. ഇവിടെ 11 kV അറ്റ്മോസ്റ്റ് ആണ്. മെയിൻലി 440/230 വോൾട്ടാണ് നമ്മളുടെ ഡിസ്ട്രിബ്യൂഷൻ ട്രാൻസ്ഫോമർ മെയിനായിട്ട് വരുന്നത്. ഇത്രയും ഇതാണ് മെയിനായിട്ട് വരുന്നത്. പിന്നെ ഇതിൽ ഉൾക്കൊള്ളിച്ചെന്നുള്ളൂ. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളുള്ള നമുക്ക് അടുത്ത ഇതിൽ നമുക്ക് ഇതിൻ്റെ കണക്ഷൻസ്, 3 ഫേസ് ട്രാൻസ്ഫോമറിൻ്റെ കണക്ഷൻസ് നമുക്ക് നോക്കാം. ഓക്കെ.